ഈ അമ്മ എന്നും നമുക്കൊരു മധ്യസ്ഥയായി നിലകൊള്ളട്ടെ എന്നും നമുക്കൊരു അനുഗ്രഹമായി മാറട്ടെ എന്നും നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. വിശുദ്ധന്മാരുടെ ജീവചരിത്രം വായിക്കുമ്പോൾ ഓരോ വിശുദ്ധരുടെയും ജീവിത ശൈലി തന്നെ വളരെ വ്യത്യസ്തമായിരുന്നു. നമുക്കൊക്കെ അനുകരിക്കാൻ സാധിക്കുമോ എന്ന ഒരു ഭയമാണ് ഈ വിശുദ്ധരുടെ ജീവചരിത്രമൊക്കെ വായിക്കുമ്പോൾ നമുക്ക് തോന്നിയിട്ടുള്ളത്. ചില കാര്യങ്ങളൊന്നും നമുക്ക് സ്വപ്നത്തിൽ പോലും വിചാരിക്കാൻ പറ്റാത്ത വിധത്തിലാണ് ചില വിശുദ്ധർ ജീവിച്ചിട്ടുള്ളത്. ഇങ്ങനെയുള്ള ഒരു ചിന്താഗതിയിലിരിക്കുമ്പോഴാണ് എനിക്കും നിങ്ങൾക്കും വിശുദ്ധരാകാമെന്ന് പഠിപ്പിച്ചു തന്ന ഒരു വലിയ വിശുദ്ധയുടെ തിരുനാളിലേക്കാണ് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുക.